കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2023 സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ 2020, 2021, 2022 എന്നീ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ് ലിമിറ്റഡ് ഫിക്സസ് ഇന്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഡിവിഷൻ. ഓക്കെ, കോസ്റ്റ് പ്ലസ് എന്താണ്, റിട്ടേൺ ആണ്. ദി ബജറ്റ് ഫോർ ഡിവിഷൻ എ ഫോർ 2020-21 ഈസ് ആസ് ഫോളോസ്: ഫിക്സ്ഡ് അസറ്റ് 2,50,000, കറണ്ട് അസറ്റ് 1,50,000, ഡെപ്റ്റേഴ്സ് 1 lakh, ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദി ഡിവിഷൻ 4 lakh, then variable cost per unit of product 10, then budgeted volume 2 lakh unit per year, then desired ROI 28% total investment, determine transfer price for division A. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ട് എന്താണ്, ട്രാൻസ്ഫർ പ്രൈസ് ആണ്. ഇത്തരത്തിൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്ന ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ഈക്വൽ ടു, കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ ഫിക്സ്ഡ് കോസ്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കോസ്റ്റിൻ്റെ കൂടെ റിട്ടേൺ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റിട്ടേൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് തന്നത് എത്രയാണ്, വേരിയബിൾ കോസ്റ്റ് തന്നിരിക്കുന്നത് ഇവിടെ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 10 ആണ്. ബജറ്റഡ് വോളിയം എത്രയാണ്, 2 lakh ആണ്. അപ്പോൾ 10 × 2 lakh കണ്ട വേരിയബിൾ കോസ്റ്റ് നമുക്ക് എത്ര കിട്ടും, 10 × 2 lakh 20 lakh എന്ന് നമുക്ക് വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇവിടെ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡിസൈഡ് റിട്ടേൺ എത്രയാണെന്നുള്ളത് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണ്, കാൽക്കുലേഷൻ ഓഫ് ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഫിക്സ്ഡ് അസറ്റ് എത്രയാണ്, 2,50,000, കറണ്ട് അസറ്റ് 1,50,000, ഡെപ്റ്റേഴ്സ് 1 lakh. അതായത് അസറ്റുകൾ നമ്മൾ എടുക്കുന്നു, ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 2,50,000, 1,50,000, 1 lakh കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 5 lakh എന്ന് എമൗണ്ട് കിട്ടും. ഈ 5 lakhൻ്റെ ഇതാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 5 lakhൻ്റെ എത്ര ശതമാനമാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 28% ആണ്. അപ്പോൾ 5 lakh × 28% കണ്ടു കഴിഞ്ഞാൽ 1,40,000 എന്ത് കിട്ടും നമുക്ക്, 1,40,000 ആണ് ഡിസൈഡ് റിട്ടേൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ട്രാൻസ്ഫർ പ്രൈസ് കാണാം. അതായത് ട്രാൻസ്ഫർ പ്രൈസ് കാണാൻ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ ഓഫ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് കൊടുത്തുകൊണ്ട് വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് എത്രയാണ്, 2 lakh × 10 ആണ്. അതായത് 2 lakh യൂണിറ്റ് ആണ്, 10 ആണ് അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ 10 × 2 lakh 20 lakh കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് 4 lakh ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടും എത്രയാണ്, 24 lakh എന്ന് ടോട്ടൽ കോസ്റ്റിന് കിട്ടും. ഇതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഡിസൈഡ് റിട്ടേൺ 1,40,000 ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ടു ബി ചാർജ്ഡ് എത്ര കിട്ടും നമുക്ക്, 25,40,000 എന്ന് ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. 25,40,000. ഇനി 25,40,000 ആണ് ട്രാൻസ്ഫർ പ്രൈസ്. ഇനി ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കാണണമെങ്കിലോ, ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കാണാൻ ഈ ഒരു ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ് ഇവിടെ, 25,40,000 ആണ്. 25,40,000 ഇതിനെ നമ്മൾ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. യൂണിറ്റ് എത്രയാണ്, 2 lakh ആണ് യൂണിറ്റ് വരുന്നത്. ഈ 2 lakh കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, ഇവിടെ 12.70 ആണ്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ്
ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്ന പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളതാണ്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.